8 നോമ്പ് ആചരണവും പരിശുദ്ധ കന്യാമറിയത്തിന്റെ ജന്മ തിരുനാളും ആഘോഷിക്കുന്ന സുന്ദരമായ സുദിനത്തിലൂടെയാണ് സെപ്റ്റംബർ മാസം നാം കടന്നു പോകുന്നത്. പരിശുദ്ധ കന്യാമറിയത്തിന് ദൈവവുമായി നല്ലൊരു സമ്പർക്കം ഉണ്ടായിരുന്നെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ ഉടനീളം വായിച്ചിട്ടുണ്ട്. യേശു ആദ്യം അത്ഭുതം പ്രവർത്തിച്ചത് കാനായിലെ വിവാഹത്തിൽ വെച്ചാണ്. പരിശുദ്ധ മറിയത്തിന്റെ സന്നിധിയിൽ വെച്ചാണ് അവിടുന്ന് അത്ഭുതം പ്രവർത്തിച്ചത്. യേശുവിന്റെ സന്നിധിയിൽ പരിശുദ്ധ മറിയമായി പറയുന്ന ഒരു കാര്യത്തിന് യേശുവിന് ആലോചിക്കേണ്ടതായിട്ടില്ല. അത്ര വലിയ വാക്കുകളായിരുന്നു പരിശുദ്ധ കന്യാമറിയത്തിൻ്റെത്. അങ്ങനെയെങ്കിൽ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. സങ്കടപ്പെടുന്നവരുടെയും ജീവിതത്തിൽ കഷ്ടത അനുഭവിക്കുന്നവരുടെയും കൂടെ പരിശുദ്ധ കന്യാമറിയമുണ്ട്. ആ അമ്മയോടൊത്ത് നമുക്കും ചേർന്ന് നിൽക്കാം. ആ അമ്മയോടൊത്ത് നമുക്കും യാത്ര ചെയ്യാം. പരിശുദ്ധ കന്യാമറിയത്തിന്റെ ജനന തിരുനാളായ സെപ്റ്റംബർ 8-ാം തീയതി കൊണ്ടാടുമ്പോൾ നമുക്കും പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങളെ അങ്ങയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളെ ഏറ്റെടുത്ത് അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മയെ കുറിച്ച് കൂടുതലായി ധ്യാനിക്കുവാനും കൂടുതലായി ജീവിതത്തിൽ വളർത്തുവാനും നിങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്വരമായി തീർന്നീടും